ഹലോ ഗൈസ്, അപ്പോൾ തൃശ്ശൂരിൽ ഒരു ഓട്ട മത്സരം സംഘടിപ്പിക്കുന്നുണ്ടായി. തൃശ്ശൂർ മാരത്തൺ എന്ന് പറഞ്ഞ ഒരു ഓട്ട മത്സരം. അത് 60 വയസ്സ് തൊട്ട് ഉള്ളവർക്കാണ് ഒരു ഓട്ട മത്സരം സംഘടിപ്പിക്കുന്നുണ്ടായിട്ടാണ്. അപ്പോൾ അതിൽ 5 കിലോമീറ്ററോളം ഓടിയിട്ട് നമുക്ക് ഫസ്റ്റ് വിന്നറായുള്ള ഒരു ഇക്ക നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ആ ഇക്കയുടെ പേരാണ് അഷ്റഫ് ഇക്ക. അപ്പോൾ ഇക്കോട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഇക്ക ഈ ഒരു ഓട്ട മത്സരം അറിഞ്ഞതും അതുപോലെ എങ്ങനെയാണ് ഇക്കയ്ക്ക് ഇത് വിന്നറാവാനായിട്ട് സാധിച്ചതും എന്നുള്ളത് നമുക്ക് ഇക്കോട് ചോദിച്ചറിയാം. ഒന്നും പോകാറുണ്ട്, കൂടുതൽ ഞാൻ നടക്കാറില്ല, എനിക്ക് ഓടാനും താല്പര്യം. അങ്ങനെ ദിവസം പോകാറുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോയിട്ട് 35 വർഷം ഞാൻ ഖത്തറിലുണ്ടായിരുന്നു പ്രവാസിയായിട്ട്. അവിടെ ഇതുവരെ 14 മണിക്കൂർ ഡ്യൂട്ടി കാര്യങ്ങളുണ്ട്. അന്ന് ഞാൻ ഇതുവരെ വൈകിട്ട് ഓടാൻ പോയത്. രാവിലെ എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ ഒരു ഓട്സ് ഒരു നേന്ത്രപ്പഴം കഴിച്ചത് നിർത്താറുണ്ട്. പിന്നെ വീട്ടുകാരെ സംബന്ധിച്ച് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കും. പക്ഷെ രാത്രി വളരെ ശരിക്കുള്ള ഭക്ഷണം കഴിക്കാം. അതായത് അതുണ്ട്. അതായത് പിന്നെ അവിടെ പോയിട്ട് വല്ല വെള്ളങ്ങളോ ചായങ്ങളോ മറ്റുള്ള പലഹാരങ്ങൾ തിരുന്ന കാര്യങ്ങളില്ല. എനിക്ക് അത് ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിർബന്ധിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, ചൂടുള്ള തണുത്താറിയ വെള്ളം ഒഴിച്ച് കുടിച്ചിട്ട് അങ്ങനെ കഴിക്കുക. പിന്നെ രാത്രി എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ചപ്പാത്തി, അതിനപ്പുറമല്ല. അങ്ങനെ രാവിലത്തെ വല്ല ബ്രേക്ക്ഫാസ്റ്റിൽ അങ്ങനെ 2 ഇഡ്ഡലി, അങ്ങനെ 2 ദോശ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. വേറെ ഭക്ഷണത്തിന് വളരെയധികം സന്തോഷമുണ്ടായി. നാടൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ കാത്തിരുന്നാണ് എന്താന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് സപ്പോർട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട് നാട്ടുകാർ. പക്ഷെ ഫാമിലി ഒന്നും അറിയില്ല ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും കാര്യങ്ങളൊന്നും. അവര് ഉറങ്ങിക്കെടുക്കണ. ഞാൻ 5 മണിക്ക് പോയി. 6 മണിക്ക് അവിടെ റിപ്പോർട്ട് കൊടുക്കണം. 5 മണിക്ക് പോകാൻ ഞാൻ എനിക്ക് ഗുളിക കഴിഞ്ഞു ഡ്രസ്സ് മാറിയിട്ട് ഞാൻ വാതിൽ കൂട്ടി ചാവി ഡോറിന്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോയത്. പിന്നെ പ്രൈസൊക്കെ കിട്ടിയ അവർ ഫോട്ടോ ഒക്കെ മറ്റേ മീഡിയയിൽ വാട്സപ്പിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് വീട്ടുകാർ അറിയുന്ന സംഭവം ഇങ്ങനെയാണ്. അപ്പോൾ എല്ലായിടത്തും ക്ലബും കാര്യങ്ങളൊക്കെ ഫ്ലക്സ് വയ്ക്കണം, മറ്റേ ക്ലബ് വീട്ടുകൾ വരലും മറ്റേ പാരിതോഷികം തരും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇനിയും ഇപ്പൊ നമ്മുടെ കൂടെ പഠിച്ചവരും മറ്റുള്ളവരും മറ്റേ ഫാമിലി ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മള് വിജയിച്ചതിലുള്ള സന്തോഷം. പിന്നെ അവർക്ക് പാർട്ടികൾ നടത്തണം, അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കാണ് സമ്മാനം കിട്ടുന്നത്, ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നൊന്നും അറിയാതെ നേടിയെടുത്ത സംഭവമല്ലേ. അപ്പൊ നിങ്ങളാണ് എനിക്ക് എന്റെ വീട്ടിലൊക്കെ വന്നിട്ട് ഓരോ തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ഇത് കറക്റ്റ് 6:30 മണിക്ക് കഴിഞ്ഞു. 20 മിനിറ്റിനുള്ളിൽ ഞാൻ 5 കിലോമീറ്റർ രാവിലെ 6:30 മണിക്ക് സ്റ്റാർട്ടിങ്. അവസാനിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ആര് നേരത്തെ എത്ര അവര് വിന്നറാന്നുള്ളതല്ലേ. അത് ഞാൻ 27 മിനിറ്റ് കൊണ്ട് 26 മിനിറ്റ് കഴിഞ്ഞ് 27 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിക്കും. നാട് നമ്മളൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് വെങ്ങടങ്ങ് വില്ലേജിലാണ് നമ്മൾ താമസിക്കുന്നത്. കണ്ണോത്ത് എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശം. എല്ലാ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം എല്ലാം കൂടിയിട്ടുള്ള വിഭാഗങ്ങൾ എല്ലാവരും നല്ല കാര്യങ്ങളൊക്കെ. കൃഷിയാണ് ഞങ്ങളുടെ അവിടുത്തെ മുഖ്യ വ്യവസായം. മറ്റേ നെൽകൃഷി പാടം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്റെ കൂടെ വരും പിള്ളേരൊക്കെ വരും ഓടാനും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ ആരെയും കൂട്ടുപിടിക്കാറില്ല. കൂട്ടുപിടിച്ചാൽ നടക്കില്ല. എന്നുവെച്ചാൽ എല്ലാവരും കമ്പനിയായിട്ട് വരുമ്പോൾ 2-3 ദിവസം വരും. പിന്നെ ഓരോരുത്തർ ഓരോ കാരണത്തിൽ ഒന്നിലും മഴയാണ്, അല്ലെങ്കിൽ മഞ്ഞാണ്, അല്ലെങ്കിൽ വേറെ എവിടേക്ക് പോകാണ്ട്, അല്ലെങ്കിൽ തീരെ വയ്യ, കാലിന് വേദന, എല്ലാവരും. അപ്പൊ നമുക്കൊരു മൂടോട്ട് പോകുന്നത് അവരില്ലല്ലോ, പിന്നെ പോകേണ്ടത്. പക്ഷെ ഞാൻ ആരും കൂട്ടുപിടിക്കാം. ഇത്രയും കാലമായിട്ട് അത് എല്ലാവർക്കും അവിടെ അറിയാൻ പറ്റും. ഞങ്ങൾ പോകുന്ന ജോക്കിന് പോകുന്ന സ്ഥലത്ത് ഞാൻ അങ്ങനെ പോവാം. അപ്പൊ ഓരോരുത്തരും എന്നെ പറ്റി ഇങ്ങനെ അഭിപ്രായം നമുക്കറിയാം. കമന്റ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇങ്ങനെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതൊക്കെ കിട്ടിയപ്പോ തന്നെ ഓരോരുത്തർ ഇങ്ങനെ പിള്ളേരൊക്കെ പറയുന്നത് വെച്ചാൽ ഇത്രയും 63-64 വയസ്സായിട്ട് ഈ ചങ്ങാതി ഇങ്ങനെ ഓടിയിട്ട് നമുക്ക് അത്ഭുതമുണ്ട്. നമ്മൾ അറിയില്ലായിരുന്നു ഇങ്ങനെ കാര്യങ്ങളൊന്നും. ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ ഇത്ര ഒരു ഏജ് ആയിട്ടുള്ള ഒരു ഒക്കെ പറഞ്ഞില്ല, 60 അതിന് മീതുള്ള ഒരു ഏജ് ആയില്ല. അപ്പൊ അവർക്ക് ഇക്കയിൽ നിന്ന് ഒരു എന്താണ് ഒരു മോട്ടിവേഷനായിട്ട് കൊടുക്കാനുള്ളത്? തന്നെ എല്ലാവരും ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം വരുന്നുണ്ടെങ്കിൽ ശരീരം നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ വാരി വെച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒരു മിതമായ ഭക്ഷണം കഴിക്കുക, പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക. വളരെയധികം സന്തോഷമുണ്ട് ഇക്കനെ കണ്ടതിലും പരിചയപ്പെട്ടതിലൊക്കെ.